അവരുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വിവാദം വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരിടപെട്ടുകൊണ്ട് ഈ വിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും എൻ്റെ അവരോടുള്ള അഭ്യർത്ഥന. 8 വർഷമായി വിചാരണ തുടരുന്ന ഒരു കേസാണ്. ആ കേസിലെ അന്തിമ വിധി സ്വാഭാവികമായും ദിലീപിനെ ശിക്ഷിക്കുന്ന ഒരു വിധി വന്നാൽ അതിന് ഒരു സംശയവും വേണ്ട, ആ സർക്കാരിന് അത് ഗുണം ചെയ്യും, കുറച്ചെങ്കിലും ഗുണം ചെയ്യും. നമസ്കാരം. രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ള കേസ്. വർഷങ്ങൾ 8 കഴിഞ്ഞിരിക്കുന്നു. വിചാരണ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകദേശം അന്തിമ ഘട്ടത്തെത്തുമ്പോൾ പലപ്പോഴും പല കാരണങ്ങളാൽ ഇത് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതുമാത്രമല്ല, ഈ കേസ് പരിഗണിച്ച ജഡ്ജി ഹണിയും വർഗീസിനെതിരെ പോലും ആരോപണങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി ഈ കേസിൻ്റെ വിധി പ്രസ്താവിക്കുമെന്നുള്ള ഒരു വിവരം, ഒരു വാർത്ത ഇന്നലെ പുറത്തു വരുന്നത്. പക്ഷേ അവിടെയുള്ള ഗുരുതരമായൊരു വിഷയം, 9-ാം തീയതിയും 11-ാം തീയതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ വിധി CPM-നെ സംരക്ഷിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു വോട്ട് അവരിലേക്ക് ഒഴുകുന്ന തരത്തിലുള്ള ഒരു വിധി ആയിരിക്കുമോ എന്നാണ് കേരളത്തിലെ സമൂഹം ഉറ്റുനോക്കുന്നത്. അതൊരു സംശയമാണ്. തീർച്ചയായിട്ടും അതൊരു സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ദിവസം, ഒന്നുകിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനെ നമുക്ക് നീട്ടിവെക്കാം. അത് ഒരു 15-ാം തീയതിയോ അല്ലെങ്കിൽ 12-ാം തീയതി കഴിഞ്ഞുള്ള ഏത് ദിവസം വേണമെങ്കിലും വെക്കാം. കാരണം തെരഞ്ഞെടുപ്പും കോടതിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുവന്നൂർ കേസിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ട തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ മകളാണ് ഹണി M വർഗീസ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് 9-ാം തീയതി 11-ാം തീയതി. അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്ന സമയത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, ഇവിടെ ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഒരു നടിയെ പീഡിപ്പിക്കാൻ ഒരു കൊട്ടേഷനിലൂടെ നടിയെ പീഡിപ്പിക്കൽ സംഭവമൊന്നും അങ്ങനെ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ആ കേസിൽ കഴിഞ്ഞ 8 വർഷമായി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് അതിൻ്റെ അന്തിമ വിധി വരുന്നു എന്ന് പറയുമ്പോൾ ചില സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. ഇത് സംശയം ഉയർന്നു വരുന്നതിൻ്റെ കാരണം എന്താ? ഈ വിധി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം കൊണ്ടുവരേണ്ട ആ ഒരു കാര്യമില്ല. 9-നും 11-നും തെരഞ്ഞെടുപ്പ് നടന്നു. വിധി വരുന്നതിന്റെ തൊട്ട് പിറ്റേന്നാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ സ്വാഭാവികം നമ്മുടെ മനസ്സിലൊരു ചോദ്യം, എന്താണ് അങ്ങനെ? കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം വെക്കാമായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് ചില സംശയങ്ങൾ നമുക്ക് വരുന്നത്. എന്താണ് സംശയങ്ങൾ? ഈ കേസിലെ അന്വേഷണം നടത്തിയത് സംസ്ഥാന പോലീസാണ്. ഈ കേസിലെ പ്രോസിക്യൂഷൻ സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ദിലീപിനെതിരായി ഒരു വിധി വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സംസ്ഥാന സർക്കാരാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൊതുസമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ദിലീപിനെതിരായിട്ടായിരിക്കും ഈ വിധി എന്നുള്ളതാണ്. അപ്പോൾ ആ വിധി ദിലീപിനെതിരെ ഉയർന്നു വന്നാൽ അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടിനെ കാര്യമായി ബാധിക്കും, അത് ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ള ഒരു പൊതുവികാരം ഉയർന്നു വരുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഇപ്പം എന്താ സർക്കാരിൻ്റെ അവസ്ഥ? പരമദയനീയമാണ് പിണറായി സർക്കാരിൻ്റെ അവസ്ഥ. CPM-ന്റെ 2 ഉന്നത നേതാക്കന്മാർ ജയിലിലാണ്. ഇനി ഒരു നേതാവ് കൂടി ജയിലിൽ പോകുമോ എന്നുള്ള സംശയം, അവരുടെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുമോ എന്നുള്ള സംശയം. അപ്പം ആ നിലയിലൊക്കെ വലിയ തോതിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും തങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യണം എന്നവർ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വിധി പ്രഖ്യാപിക്കുന്നു എന്ന് വരുമ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിക്കണ്ടേ? അല്ല, വായിക്കാതിരിക്കും. അവിടെ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സുമേഷ് പറഞ്ഞ പോലെ പാർട്ടിയുടെ പിന്നെ തൃശ്ശൂർ മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകൾ, ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചു. വളരെ നല്ല അഭിപ്രായം കേട്ടോ. വളരെ നീതിപൂർവമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വനിതയാണ് ആ ജഡ്ജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വനിതയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഗൂഢതാല്പര്യമൊന്നും അവരുടെ മനസ്സിലുണ്ടായി കാണണമെന്നില്ല. അവരൊരു ഡേറ്റ് തീരുമാനിച്ചതായിരിക്കാം.
പക്ഷെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇറ്റ് സോ ഹാപ്പൻ അതൊരു ആകസ്മികമായിരിക്കാം. കാരണം അവരൊരു പക്ഷേ ഇതൊന്നും ചിന്തിച്ചില്ലായിരിക്കാം. പക്ഷേ ഇത് ഇനിയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ട്, കാരണം സ്വാഭാവികമായിട്ടും ഒരു ദിലീപിനെതിരായിട്ടുള്ള ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഒരു ജുഡീഷ്യറി തന്നെ, അല്ലെങ്കിൽ ഒരു നല്ല നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന അവരെ ബാധിക്കും. അതായത് ഇത് സർക്കാരിന് അനുകൂലമായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ സ്വാഭാവികമായും അത് അവരുടെ വിശ്വാസ്യത ബാധിക്കും. അതെ. അതുകൊണ്ട് നമുക്ക് അവരോട് വെക്കാവുന്ന ഒരു അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, അവരറിഞ്ഞായിരിക്കില്ല ഇത് ചെയ്തതെങ്കിൽ പോലും അവരുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വിവാദം വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരെ ഇടപെട്ടുകൊണ്ട് ഈ വിധി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും എൻ്റെ അവരോടുള്ള അഭ്യർത്ഥന. കാരണം സ്വാഭാവികമാണ് ഇതൊക്കെ ആളുകൾ ചേർത്ത് ചിന്തിക്കും എന്നുള്ളത്. അതെ അതെ. ആളുകൾ ചേർത്ത് ചിന്തിക്കുമ്പോഴത്തേക്ക് ആ പാർട്ടിയുടെ ആളുടെ മകള് വരുന്നു, അത് ഇന്ന ദിവസം തീരുമാനിക്കുന്നു, അത് CPM-ന് അനുകൂലമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ജഡ്ജിന് വളരെ മോശമായി ഈ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഇടപെട്ടുകൊണ്ട് ഇത് മാറ്റിവെക്കണം, മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ്. കാരണം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതെ. അല്ല, കാരണം 8 വർഷങ്ങളായി ഇതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതും അവിശ്വസനീയമായിട്ടുള്ളതുമായ പല സംഭവങ്ങളും വന്നു. ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ, നടിയുടെ പലപ്പോഴും അവർക്ക് ജഡ്ജി മാറണം അല്ലെങ്കിൽ കോടതി മാറണം, അങ്ങനെയുള്ള പല ആവശ്യങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഈ 8 വർഷം എന്നുള്ളത് ഒരു 2-3 ദിവസം കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കേസിനെ സംബന്ധിച്ച് അത് പ്രതികൂലമായി ഒന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. അല്ല, അതാണ് അതിനകത്ത്. അതായത് ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ പ്രമാദമായിട്ടുള്ള ഒരു കേസ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നടനാണ്, മറുഭാഗത്ത് എന്താണ്, പീഡിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു നടിയാണ്. അതെ. 3, അവരെ ഒരു വളരെ നീചമായി ക്രൂരമായി ഇത് ചെയ്തു എന്നുള്ളൊരു നിലയിലാണ്. കാരണം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ടാണ് ഇത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ തന്നെ വ്യാപകമായി ചർച്ചയ്ക്ക് വിഷയീഭവിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു, കേസായിരുന്നു. ഒരു സാധാരണ സ്ത്രീപീഡന കേസുകൾ പോലെ ആയിരുന്നു. 2, അതിനകത്ത് നടന്ന സംഭവങ്ങൾ, ഇപ്പം സുമേഷ് നേരത്തെ പറഞ്ഞ പോലെ ഈ ബാലേന്ദ്രകുമാറിന്റെ കാര്യങ്ങൾ, ജഡ്ജി എന്തോ ഒരു വീഡിയോ എന്തോ ഒരു പെൻഡ്രൈവ് അല്ലേ എന്തോ ജഡ്ജി കണ്ടു എന്നുള്ളത്. അപ്പൊ ആ നിലയിലൊക്കെ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയം. ആ വിഷയത്തിൽ പല കോടതികളും പല തവണയായിട്ട്, സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി മുതൽ ഒരുപാട് തവണ ഇടപെട്ടിട്ടുള്ള ഒരു കേസ്. 8 വർഷമായി വിചാരണ തുടരുന്ന ഒരു കേസ്. ആ കേസിലെ അന്തിമ വിധി സ്വാഭാവികമായും ഈ ദിലീപിനെ ശിക്ഷിക്കുന്ന ഒരു വിധി വന്നാൽ അതിന് ഒരു സംശയവും വേണ്ട, ആ സർക്കാരിന് അത് ഗുണം ചെയ്യും, കുറച്ചെങ്കിലും ഗുണം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പോലും ഒരു വലിയൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സർക്കാരിന്റെയും CPM-ന്റെയും ഒരു കേരളത്തിലെ അവസ്ഥ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിലീപിനെതിരായിട്ട് ഒരു വിധി വരുമ്പോൾ അത് സർക്കാരിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വിജയമാണ് എന്ന് വരുത്തി തീർക്കാൻ സ്വാഭാവികമായിട്ടും, കാരണം അല്ലെങ്കിൽ തന്നെ ഇരുട്ടിനെ പകലാക്കുകയും പകലിനെ ഇരുട്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരം ഒരു വിധി കൂടി വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത് പിണറായി വിജയൻ ഇടപെട്ട് തന്നെയാണ് ഈ ഒരു വിധി കൊണ്ടുവന്നത് എന്നുള്ള ഒരു പോലും ഈ അന്തങ്ങളിൽ കുത്തിവെക്കാൻ പറ്റും. കാരണം പിണറായി വിജയൻ ഇടപെട്ട പല കേസുകളിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറുന്നവരെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതിനെ തന്നെ വലിയൊരു ദുരൂഹത എനിക്ക് തോന്നാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ, ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ കേസിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടു പോകാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് ഈ കേസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് വരും ദിവസങ്ങളിൽ അത് കൂടി അതിൻ്റെ ഒരു പാരമ്യത്തിൽ വെച്ച് ഡിസംബർ 8-ാം തീയതി ഈ വിധി വരുമ്പോൾ ഇവനെതിരായിട്ടൊരു വിധിയും കൂടെ വന്നാൽ അത് സ്വാഭാവികമായും, അല്ല ഇനിയിപ്പോൾ അഥവാ ദിലീപ് 8-ാം പ്രതിയാണ്, അപ്പോൾ ദിലീപിനെതിരായിട്ട് ഇപ്പോൾ ചിലപ്പോൾ എതിരായിട്ട് വരാം, ചിലപ്പോൾ എന്തായാലും അനുകൂലമായിട്ട് വരാം. അങ്ങനെ എതിരായിട്ട് വന്നാൽ പോലും ദിലീപിന് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ല, അതൊക്കെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓപ്ഷൻ, ഞാൻ അതിനെ കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്. കേസിന്റെ വരുംവരാകളെ കുറിച്ചിട്ടും അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചർച്ച ചെയ്യുന്നത് ഇത് എന്തുകൊണ്ട് ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത് കൊണ്ടുവന്ന് വെച്ചു. അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു അഭ്യർത്ഥന വെക്കേണ്ടത് ഈ ന്യായാധിപരുടെ അടുത്തിട്ട്. അതെ, ഇതിങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഈ ന്യായാധിപയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായാധിപ ഏറ്റവും ന്യായമായി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ന്യായാധിപയായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ അവരോട് പറയാവുന്നത്, ഇത് കൂടുതൽ ചർച്ചയ്ക്കും വിവാദത്തിനും ഒന്നും ഇടവരുത്താതെ ഈ വിധിന്യായം പ്രഖ്യാപിക്കുന്നത്
തെരഞ്ഞെടുപ്പിന്റെ കഴിയുന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ അങ്ങനെ മാറ്റിവെച്ചാൽ ഇത് വിവാദങ്ങളൊന്നും ഈ ഒരു ഇല്ല. വലിയ വിവാദം അല്ലെങ്കിൽ ഇത് വലിയ വിവാദത്തിലേക്ക് പോകും. ആ വിവാദത്തിൽ നിർഭാഗ്യവശാൽ ഈ വനിതയായിട്ടുള്ള ഈ ന്യായാധിപയും വലിച്ചഴക്കപ്പെടുകയും അവരുടെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇത് മാറ്റിവെക്കാം. അതിനവർ തുനിയണം എന്നാണ് എനിക്ക് അവരോടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. തീർച്ചയായും ഇതൊരു പക്ഷേ ഒരു ആകസ്മികമായിട്ടായിരിക്കാം ഈ ഒരു തീയതി തെരഞ്ഞെടുത്തത് എങ്കിൽ പോലും അത് പിന്നീട് പൊതു സമൂഹത്തിൽ ഇത്തരം ഒരു സംശയാസ്പദമായ ചർച്ചകൾക്ക് വഴിവെച്ച സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു 12-ാം തീയതി കഴിഞ്ഞിട്ടുള്ള മറ്റൊരു തീയതിയിലേക്ക് ഈ കേസ് മാറ്റി വെക്കുന്നതായിരിക്കും ഉചിതം എന്ന് മാത്രമേ പറയാനുള്ളൂ.